ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് ഞാനും അമ്മയും കൂടിയാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, ഇന്ന് നമ്മൾ ചെറുതായിട്ട് അമ്മയൊന്ന് പുറപ്പെടിപ്പിക്കാൻ പോവാണ് കേട്ടോ. സാധാരണ അമ്മ പുറപ്പെടാനൊന്നുമില്ല, കണ്ണും കൂടി എഴുതാനില്ല. അപ്പൊ എന്റെ ഒരു ആഗ്രഹത്തിന് ഇരുന്ന് തന്നതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് ലൈറ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത് കേട്ടോ. അമ്മ ഇതുവരെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. അമ്മ ഫെയർ ആൻഡ് ലവ്ലി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അത് സിന്ദൂരം തൊടും, വേറെ കണ്ണുപോലെ എഴുതില്ല. നമുക്ക് കണ്ണ് എഴുതുന്നത് ഇഷ്ടമില്ല. അപ്പൊ നമ്മൾ അതൊക്കെ ചെയ്തിട്ട് നല്ല അധികം വലിയ ഹെവി ഒന്നും അല്ലാത്ത കുറച്ച് പ്രായം കൂടിയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ സമയം വൈകുന്നില്ല, വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ എന്നും പറയുന്ന പോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? എന്റെ മകളുടെ ഒരു ആഗ്രഹമാണ്. അതെ, അപ്പൊ ഇപ്പൊ അമ്മ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട്, അതായത് മുഖം നന്നായിട്ട് കഴുകിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഒരു പൊട്ട് മാത്രം ജസ്റ്റ് വെച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ആഫ്റ്റർ മേക്കപ്പും അതുപോലെ തന്നെ ബിഫോർ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ തമ്പനയിൽ കൊടുക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫേസ് ഒന്ന് എടുക്കണം, എന്നിട്ട് വേണമല്ലോ നിങ്ങളെ കാണിക്കാനായിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പൊട്ടൊന്ന് ജസ്റ്റ് ഊരുന്നുണ്ട്, കണ്ണാടി ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അമ്മ മുഖമൊക്കെ നന്നായി കഴുകിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഒരു സ്കിൻ എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ്. പക്ഷെ ഡാർക്ക് സർക്കിൾസ് ഉണ്ട് കണ്ണിന്റെ താഴെയും അതുപോലെ മുകളിലൊക്കെ ആയിട്ട്. വേറെ ഒന്നും അമ്മ യൂസ് ചെയ്യാറില്ല, മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഡ്രൈ അല്ല, എന്നാലും ഇവിടെയൊക്കെ ഇങ്ങനെ ചുളിവുകൾ വന്നിട്ടുണ്ട്. അതായത് ഏജ്ഡ് ആയതിന്റെ ആ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മാക്സിമം അതൊക്കെ ഹൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമ്മുടെ മേക്കപ്പില് സിമ്പിൾ ആയിട്ടുള്ളതാണല്ലോ നമ്മൾ ചെയ്യണത്. അപ്പൊ ഞാനിവിടെ അമ്മയ്ക്ക് മൈലോന്റെ എന്താ പറയുക അലോവേര ജെല്ലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസർ ആയിട്ട്. കാരണം എന്താ വെച്ചാൽ അമ്മ അങ്ങനെ കെമിക്കൽസ് ഒന്നും ഇതുവരെ, അതായത് ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഫേസില്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അലോവേര ജെല്ലാവുമ്പോൾ നമുക്ക് അങ്ങനെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല, പിമ്പിൾസിന്റെ പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ഈ ഒരു അലോവേര ജെല്ലാണ് അമ്മയ്ക്ക് മോയ്സ്ചറൈസർ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അതാകുമ്പോൾ നല്ലൊരു ഗ്ലോ ഉണ്ടാവും നമ്മുടെ ഫേസിന്. തണുപ്പില്ലേ? നമ്മുടെ ഇവിടെ ഒന്നും പ്രശ്നമില്ല, പക്ഷെ കണ്ണിന്റെ മുകളിലും താഴെയൊക്കെ ആയിട്ടാണ് അമ്മയ്ക്ക് കൂടുതലും കറുപ്പ് കളറുള്ളത്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് മാറ്റാൻ പറ്റുമോ നോക്കാം. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ മുഖത്ത് ആകെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാ മീശ, അമ്മയ്ക്ക് മീശ വരുന്ന സംഭവം ഉണ്ട്. അപ്പൊ നമ്മളത് വാക്സ് ചെയ്യൽ മാത്രമാണ് അമ്മ ചെയ്യാറുള്ളത്. അപ്പൊ ഇന്ന് ഞാൻ ജസ്റ്റ് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ട് നമ്മുടെ സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മോയ്സ്ചറൈസർ വരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഫൗണ്ടേഷന് വരെ ഇവിടെ അമ്മയ്ക്ക് കൂടുതലും ഡാർക്ക് സർക്കിൾ ഉള്ളത് കൊണ്ട് കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ മെബിലിന്റെ കൺസീലറാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നമുക്ക് നന്നായിട്ട് അങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം, ജസ്റ്റ് കണ്ണിന്റെ താഴെ. അപ്പൊ ഇതന്നെ ഒരു ഫുൾ കവറേജ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഫേസിൽ ഫൗണ്ടേഷനെ പോലെ ഇതന്നെ ഒന്ന് അങ്ങനെ നന്നായിട്ട് നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് സ്മഡ്ജ് ചെയ്യാന്ന് വിചാരിച്ചു. ഇത് ഞാൻ വെറ്റാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ, കണ്ടോ. അപ്പൊ അതുകൊണ്ട് നല്ല തണുപ്പുണ്ടാവും, അതുപോലെ തന്നെ നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാനും പറ്റും. കണ്ണു തുറക്കും, തുറന്നിട്ട് മേലേക്ക് വയ്ക്കും. മതി. എനിക്ക് പേടി ചെയ്യാൻ
ഇപ്പൊ എന്തായാലും വ്യത്യാസം തോന്നുന്നുണ്ടോ അമ്മയ്ക്ക് ഞാൻ നോക്കുമ്പോ? കാണില്ലല്ലോ. കണ്ണാടില്ലാതെ കണ്ടു. കാഴ്ച ഓർമ്മ. അപ്പൊ ഈ ഒരു കൺസീലർ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് ഞാൻ നമ്മുടെ ഫേസിലും കൂടി ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ലൈറ്റ് ആയിട്ട്. ഇത് കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡാണ്. ഞാൻ എന്റെ ഷെയ്ഡിനനുസരിച്ചിട്ടുള്ളത് വാങ്ങിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്കും അത് വലിയ കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഫൗണ്ടേഷന് പകരം ഇതന്നെയാണ് ഇട്ടുള്ളത്. അപ്പൊ നമുക്കൊരു എന്താ പറയാ, ഒരു ഈ കറുത്ത കറുത്ത പാടുകളൊക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ട് പറ്റും. അച്ഛൻ പുറത്ത് വെയിറ്റിംഗ് ആണ് കേട്ടോ. നമുക്കിങ്ങനെ ഇത് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാത്തത്. ഇപ്പൊ നമുക്ക് അത്യാവശ്യം നല്ലൊരു എന്താ പറയാ കവറേജ് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട് നമ്മുടെ സ്കിന്ന്. ഇനി അടുത്ത് ഞാനിവിടെ നമ്മുടെ മെബിലിന്റെ ഫിറ്റ്മിയുടെ തന്നെ കോമ്പാക്ട് പൗഡർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതും അമ്മയ്ക്ക് പറ്റുന്ന ഷെയ്ഡ് തന്നെയാണ്, ലൈറ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ജസ്റ്റ് ഞാൻ ഇതുകൊണ്ടൊന്നിങ്ങനെ ഉപ്പി കൊടുക്കുന്നേ ഉള്ളൂ. നമ്മൾ കൂടുതലായിട്ട് കോമ്പാക്ട് പൗഡർ എടുത്തു കഴിഞ്ഞാൽ പുട്ടി അടിച്ചൊരു ഇതുണ്ടാവും. നമുക്ക് കണ്ണ് മേടിക്കാൻ നോക്കൂ. നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇവിടെ പൊട്ടി വെച്ചിട്ട് പാട് പൊട്ടിന്റെ ചെറുതായിട്ടൊരു ഡിഫറൻസ് നമ്മുടെ ഫേസിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു ഒന്ന് ബ്രൈറ്റൻ ആയി, ഇവിടുത്തെ കണ്ണിന്റെ അടിയിലത്തെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഒന്ന് ലൈറ്റൻ ആയിട്ട് ഒരു ഈവൻ ആയിട്ടുള്ള ഒരു ടോൺ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐഷാഡോ കേട്ടോ. ഈ ഐഷാഡോ ഇത് മെബിലിന്റെ തന്നെയാണ്. അപ്പൊ ഇതിൽ ഞാൻ ഏറ്റവും ഒരു നമ്മുടെ സ്കിന്നിനോട് യോജിച്ചിട്ടുള്ള ഒരു കളർ, അതായത് ഈ ഒരു കളറാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പൊ അതാവുമ്പോ നമുക്ക് ഇട്ടൊന്നും തോന്നില്ല, എന്നാൽ നമ്മുടെ കണ്ണിന്റെ മുകളിലൊന്ന് കുറച്ചൊന്ന് ബ്രൈറ്റ് ആവുകയും ചെയ്യും. അപ്പൊ ഞാനിത് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് കണ്ണും തമ്മിൽ കുറച്ചൊന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഐ ഷാഡോ ഇടുന്നത് എന്തിനാ വെച്ചാൽ നമ്മുടെ കണ്ണൊന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളിപ്പോ ഐ ഷാഡോ ഇട്ടു കേട്ടോ. ഐ ഷാഡോ ഇട്ടപ്പോ തന്നെ ജസ്റ്റ് നമ്മുടെ കണ്ണൊന്ന് എന്താ പറയാ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചാ നമ്മുടെ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഐബ്രോ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാലറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ഐബ്രോ പാലറ്റ്. അപ്പൊ അതിന് നമുക്ക് ജസ്റ്റ് ഈ ഒരു ബ്രൗൺ കളർ ഷെയ്ഡ് എടുക്കാം. കാരണം അമ്മയ്ക്ക് അത്യാവശ്യം നല്ല കട്ടിയുള്ള തിരികാണ്, നല്ല കറുപ്പുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ ആദ്യം നമുക്ക് ഒന്ന് ഒരു ബോർഡർ വരച്ചിട്ട് ഒന്നങ്ങോട്ട് ഷേപ്പ് ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഇതാ ഈ ഐബ്രോയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് അറിയുന്നില്ലേ? കുറച്ച് കട്ടിയായി. ഇത് എനിക്ക് റെഡിയാക്കാനുണ്ട്. മനസ്സിലാവുണ്ടോ അമ്മേ എന്തായാലും വ്യത്യാസം? അപ്പൊ ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് അതുപോലെ റെഡിയാക്കാം. നമ്മള്
ഐബ്രോസും ഇപ്പൊ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മാറ്റമല്ലേ, നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മള് ഒരു വലിയ ടാസ്കിലേക്കാണ് കടക്കാൻ പോകുന്നത്. അമ്മ ഇതുവരെ ചെയ്യാത്തൊരു സംഭവമാണ് കണ്ണിന്റെ ഉള്ളിൽ എഴുതുക എന്നുള്ളത് കേട്ടോ. അപ്പൊ ഞാന് മെബിലിന്റെ കാജലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, കൊളോസൽ കാജൽ. അപ്പൊ ഇത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളതാ. അപ്പൊ നമുക്ക് ആദ്യം കണ്ണിന്റെ അടിയിൽ എഴുതാതെ നമ്മുടെ വാട്ടർ ലൈനിലൊന്ന് എഴുതി കൊടുക്കാം, അതായത് മുകളില്. അമ്മക്ക് കണ്ണില് കൈയിടുന്നതിന് മുന്നേ തന്നെ വെള്ളം വന്നു. അപ്പൊ ഞാൻ ആദ്യം കണ്ണിന്റെ മുകളിൽ എഴുതണത്. കണ്ണിന്റെ മുകളിൽ നമ്മളിങ്ങനെ എഴുതുമ്പോ കണ്ണ് നന്നായിട്ട് വിടർന്നിരിക്കും. കണ്ടൊരിക്കുമ്പോ ഞാൻ എഴുതും. ഇപ്പൊ ഈ കണ്ണിന്റെ മുകളില് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇവിടെ എഴുതാം. കണ്ണിലുള്ളിലേക്കാക്കില്ല, അമ്മയെ കണ്ണ് എഴുതാത്തോണ്ട്. അപ്പൊ കണ്ണിന്റെ മുകളില് 2 കണ്ണിലും ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കുറച്ചൊന്ന് ഒരു തെളിച്ചം തോന്നുന്നുണ്ട് അല്ലെ. ഞമ്മക്ക് നമുക്ക് കുറച്ച് സമയം കൊടുക്കാം കണ്ണത്തെ വെള്ളം വറ്റാൻ വേണ്ടിട്ട്. അപ്പൊ ഇനി നമ്മള് കണ്ണിന്റെ അടിയിൽ എഴുതാനായിട്ട് പോവാണ്. ഏത് കണ്ണു ആദ്യം? അമ്മ കാലങ്ങളോളം എഴുതുന്നു കണ്ണിന്റെ അടിയില്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് തൊട്ടിട്ട് അമ്മ എഴുതാറില്ല. അതിന് മുന്നില്ലേ? നോക്കിക്കേ, നല്ല സുന്ദരിയായില്ലേ ഇപ്പൊ കണ്ണ് എഴുതിയപ്പോ. അച്ഛക്ക് അമ്മ നന്നായിട്ട് ഒരുങ്ങിയിരിക്കണമെന്നാണ്. മിക്കവാറും ഇത് കണ്ടിട്ട് അച്ഛൻ ഇങ്ങനെ തന്നെ മതി പറയാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഞാൻ ഈ ഒരു സൈഡിലൊന്ന് കുറച്ചൊന്ന് എന്താ പറയാ കട്ടി കൂട്ടുണ്ട്. കാരണം നമ്മുടെ കണ്ണ് ചെറിയ കണ്ണാ. അപ്പൊ കുറച്ചൊന്ന് വിടർന്നിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കട്ടിയിൽ എഴുതി കൊടുക്കുന്നുണ്ട്. നോക്കട്ടെ, അമ്മയ്ക്ക് ആരും കണ്ണാടി നോക്കണം. ആയില്ലേ? അമ്മയ്ക്ക് അത് കൊറേ കാലമായിട്ട് അങ്ങനെ കാണാത്തതുകൊണ്ട് അമ്മയ്ക്ക് അത് കുഴപ്പമില്ല. അതുകൊണ്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മുടെ മസ്കാര കേട്ടോ. ഇത് മെബിലിന്റെ തന്നെ ഹൈപ്പർ കേൾ മസ്കാരയാണ്. ഇതൊക്കെ ഇടുമ്പോ അമ്മ മിക്കവാറും കരയും. ഇത് കണ്ണിന്റെ പീലി ഇതാക്കുന്നത്. അമ്മയ്ക്ക് പീലി ഉണ്ട്, പക്ഷെ അമ്മ കണ്ണൊന്നും എഴുതാത്തത് കൊണ്ട് അതിന്റെ അടുത്ത് കാണിക്കുന്നില്ല. അപ്പൊ നമുക്ക് അതൊന്ന് കുറച്ചൊന്ന് തുടച്ചോളൂ. അപ്പൊ ഇനി നമ്മള് മസ്കാര ഇട്ട് കൊടുക്കാൻ പോവാണേ. പിടിക്കുമ്പോ അടയ്ക്കണ്ട, കണ്ണ് നിർത്തിയിട്ട് തന്നെ പിടിച്ചാൽ മതി. മേലേക്ക് നോക്കണ്ട. ഇങ്ങനെ ജസ്റ്റ് സാധാരണ പിടിക്കില്ല നമ്മള് കണ്ണ്, അതുപോലെ പിടിച്ചാൽ മതി. ഞാൻ ചെയ്തോളാം. നമ്മൾ ഈ മസ്കാര ഇടുമ്പോഴാണ് കണ്ണ് വിടർന്നിരിക്കുക. പീലി അമ്മക്ക് കണ്ണില് ഇല്ല, അമ്മ മേപ്പോട്ട് നോക്കണ്ട. മേപ്പോട്ട് നോക്കുമ്പോ ഇത് മേലെ പോകുള്ളൂ. നോക്കിയേ, ഈ കണ്ണ് നല്ല കുറച്ചൊരു വലിപ്പം തോന്നുന്നില്ലേ? ഉണ്ടോ? അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അമ്മയ്ക്ക് കാണുന്നുണ്ട്, അതില് കാണില്ല അമ്മയ്ക്ക്. ഇത് ഞാൻ കാണിച്ചുതരാം. വലിയ കണ്ടുപോലെ പീലി ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക്
കുറച്ചൊന്നും ഇങ്ങനെ വിടർന്നിരിക്കും. അപ്പം ഇനി ഈ കണ്ണിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. നമ്മൾ നോക്കണം, മേപ്പെട്ട് താക്കണം, സാധാ കണ്ണ് വയ്ക്കണ പോലെ തന്നെ വെച്ചാൽ മതി. എനിക്ക് അത്യാവശ്യം പീലി ഉണ്ട്, പക്ഷെ അത് കറുപ്പ് ആയിട്ട് കാണുന്നില്ല. ചെമ്പൻ കളറാണ്. അപ്പൊ നിങ്ങളിപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ഫേസിലേക്ക് നോക്കൂ, എന്തൊക്കെയാണ് ഡിഫറൻസ് എന്ന്. നമ്മൾ മസ്കാറ ഇട്ടപ്പോൾ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? നന്നായിട്ട് വിടർന്ന് നിന്നു. അതുപോലെ തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഐബ്രോസ് നന്നായിട്ട് എടുത്ത് കാണിക്കാൻ തുടങ്ങി, നമ്മുടെ ഫേസ് നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് ചന്തണ്ട് അല്ലേ? നമുക്ക് ഇഷ്ടായോ? നമുക്ക് ഇഷ്ടായോ? ഇനി ഞാൻ ഇവിടെ സ്ട്രോബ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ നമ്മുടെ സ്കിന്നിന്റെ ഇവിടെ കുറച്ചൊന്ന് ഡ്രൈ ആയതുകൊണ്ട് ഒരു ഒരു ഗ്ലോ ഇല്ല നമ്മുടെ ഫേസിന്. അതായത് അമ്മ എണ്ണയൊന്നും തേക്കില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ജസ്റ്റ് ഒരു ഗ്ലോ തോന്നാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്ട്രോബ് ക്രീം എടുത്തിട്ടുണ്ട് നമ്മുടെ വൈബയുടെ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫേസിൽ, അതായത് ചീക്കിന്റെ അവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുന്നേ ഉള്ളൂ, ആ ഒരു മിന്നൽ വരാൻ വേണ്ടിയിട്ട്. കൂടുതലായിട്ടില്ല, ജസ്റ്റ് ഇവിടെ ഒന്നിങ്ങനെ ആക്കി കൊടുക്കാം. തോന്നുന്നുണ്ടോ അമ്മയ്ക്ക്? അതുപോലെ ഈ മൂക്കിന്റെ ഇവിടെ ആയിട്ട് കുറച്ചൊന്ന്. നമ്മുടെ ഏട്ടൻ്റെ ഒക്കെ മൂക്ക് ഭയങ്കര വലിയ മൂക്കാണ്. ഇപ്പൊ വേണ്ട, ജസ്റ്റ് ആ ഒരു മുഖത്ത് മൂക്കിന്റെ അവിടെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ മിന്നാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇവിടെ ഇനി ഞാൻ വേറെ എവിടെയും അതൊന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം ഇത്ര മതി നമുക്ക്. നമ്മളങ്ങനെ ഓവറായിട്ടുള്ള മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല, അപ്പൊ അതുകൊണ്ട് ഇത്ര മതി. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക്. അപ്പൊ അത് ഞാൻ ഇവിടെ മറ്റേ നമ്മുടെ ഇതിന്റെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഒരു കുത്ത പോലെ ഞാൻ നമ്മളെ ചുണ്ടിൽ ഇട്ട് കൊടുക്കണേ ഉള്ളൂ. എന്നിട്ട് നമ്മളെ കൈ കൊണ്ട് ഒന്ന് എന്താ പറയാ ഇങ്ങനെ ഇതാക്കി കൊടുക്കാം. അങ്ങനെ ചിരിച്ചോളൂ കേട്ടോ. അപ്പൊ ജസ്റ്റ് അതുപോലെ ഒന്നിങ്ങനെ ഞാൻ കഴിപ്പാക്കിട്ടെ കുറച്ച് ഇട്ടെടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്നിങ്ങനെ തേച്ച് കൊടുക്കാം എല്ലാത്തിക്കും. നീ ചിരിക്കുന്നു. എന്നിട്ട് ഞാനിവിടെ നമ്മുടെ ലിപ് ബാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആവും നമ്മൾ ലിപ്സ്റ്റിക്ക് മാത്രമായിട്ട് ഇടുമ്പോൾ. അപ്പൊ ലിപ് ബാം ഉള്ളത് കൊണ്ട് അതൊന്ന് ഇട്ടെടുത്തിട്ട് അങ്ങനെ ആക്കിയാൽ മതി അമ്മ. ഇങ്ങനെ അപ്പൊ നമ്മുടെ ലിപ്സ്റ്റിക്ക് കുറച്ച് ഇട്ടെടുത്തത് എല്ലായിടത്തേക്കും എത്തും. വേണ്ടോ? ചെറുതായിട്ട് ഇട്ടെടുത്തിട്ടുള്ളൂ നമ്മുടെ ആ ഒരു ലൈറ്റ് കളർ ഷെയ്ഡ്. അമ്മയ്ക്ക് അങ്ങനെ കറുത്തിട്ടൊന്നും ഇല്ല ചുണ്ട്, ഇവിടെ മാത്രം ഈ എന്നെ പോലെ തന്നെ ബോർഡർ മാത്രം ഇങ്ങനെ കറുത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളൂ. അപ്പോൾ എന്താണ് നമ്മുടെ മേക്കപ്പ് ഏകദേശം കഴിയാറായി. ഇനി ഞാൻ ജസ്റ്റ് നമ്മുടെ മുടി ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കട്ടെ. സാധാരണ അമ്മ നടുവാകയാണ് എടുക്കാറ്. ഞാൻ ജസ്റ്റ് സൈഡ് വാഗ ഒന്ന് എടുത്ത് നോക്കട്ടെ, നന്നക്ക് മാത്രം കാണിച്ചില്ല. സൈഡ് വാഗ നന്നായിട്ടുണ്ടാവില്ല എന്ന് എനിക്കും തോന്നുന്നു. എന്തായാലും നോക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ സൈഡ് വക തന്നെ എടുത്തു കേട്ടോ അമ്മയ്ക്ക്. എല്ലാവരും എങ്ങനെ ഉണ്ടെന്ന് പറയണേ. ഇനി മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഈ മേക്കപ്പ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊട്ടും കൂടി വേണം. ഇപ്പൊ സൂപ്പർ ആയില്ലേ? ഞങ്ങൾ ജസ്റ്റ് ഇതാ നടുവാകിയും കൂടി എടുത്തിട്ടൊന്ന് നോക്കിയിട്ടുണ്ട്. അപ്പൊ അമ്മയ്ക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഇതാ ഈ ഒരു നടുവാക എടുത്തപ്പോഴാണ്. അപ്പൊ നിങ്ങൾ ഏതാ അമ്മയ്ക്ക് ചന്തം എന്നുള്ളത് കമന്റ് ബോക്സിൽ പറയണേ. എനിക്കും കുറച്ചും കൂടി നന്നായി തോന്നി ഇത്. ഇപ്പൊ ഈ നടുവാക എടുത്തപ്പോ അങ്ങനെ എടുത്തപ്പോ അങ്ങനെ നന്നായി തോന്നി, ഇങ്ങനെ എടുത്തപ്പോ ഇങ്ങനെ നന്നായി തോന്നി.
മുടി മാത്രമാണ് അമ്മയ്ക്ക് ഒന്ന് ശരിയാവാതിരുന്നത്. പക്ഷെ എനിക്കിങ്ങനെ നോക്കുമ്പോ നമുക്ക് അങ്ങനെ മാറ്റം ഒന്നും അറിയുന്നില്ല. കാരണം ഞാൻ ഇവിടുന്ന് കുറച്ചിങ്ങനെ എടുത്തിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഇട എടുത്തപ്പോ അത് തന്നെ കവർ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ തലയിൽ നിറയെ എണ്ണയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന ഒരു ഇതാണ്. എന്നാലും ബാക്കി കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമായി. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം കേട്ടോ, എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പറയണേ അമ്മയ്ക്ക്. അപ്പൊ ഞാന് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പൊ എന്താ പിന്നെ അപ്പൊ അതിനമ്മ ഇരുന്ന് തന്നു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് പുറപ്പെടാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ അവർക്കും അതൊരു കണ്ടിട്ട് ഒരു എന്താ പറയാ ഇഷ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്കും അത് ചെയ്തു കൊടുക്കുമ്പോ ഭയങ്കര രസമല്ലേ? അതെ അതെ, നമ്മളെ പുറപ്പെടിച്ച് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം അമ്മ മേക്കപ്പ് ഒന്നും ഞാൻ ഇട്ടിട്ട് കണ്ടിട്ടില്ല. ഫെയർ ആൻഡ് ലവ്ലി മാത്രമേ ഇടാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കണ്ടപ്പോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഫേസ് നമുക്ക് കാണാൻ പറ്റില്ല. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മുടെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റുന്ന സാധനങ്ങൾ. അലോവേര ജെല്ല് അതാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാൻ കാരണം. അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും അലർജി വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം വേറെ സംഭവങ്ങളൊന്നും അമ്മ യൂസ് ചെയ്യാറില്ല. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ആ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഒരു എന്റർടൈൻമെന്റ് വീഡിയോ ആയിട്ട് എടുക്കുക എല്ലാവരും. പിന്നെന്താ, അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല എന്നെ കൊണ്ട് പറ്റുന്ന വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, take care, bye bye, see you.